ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അക്കൗണ്ടിങ്ങിലെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? എന്തൊക്കെയാണ് പറഞ്ഞത്? അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് എന്താണ്, ദെൻ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ, ഫങ്ഷൻസ്, പിന്നെ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ് അല്ലേ? പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടേംസ് അസെറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ദെൻ അസെറ്റിലെ ക്ലാസിഫിക്കേഷൻ, ലയബിലിറ്റിയിലെ ക്ലാസിഫിക്കേഷൻ, ക്യാപിറ്റലിലെ ക്ലാസിഫിക്കേഷൻ, പിന്നെ ഗ്യാപ്പിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ അസംഷൻസ്, ദെൻ കൺവെൻഷൻസ് ഓർ പ്രിൻസിപ്പിൾസ്, മോഡിഫൈങ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലേ? ഇതൊക്കെ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് നമ്മളിതിൻ്റെ കണ്ടിന്യൂഷനാണ് പറയാൻ പോകുന്നത്. അതിനകത്ത് വരുന്ന കാര്യങ്ങൾ 2 ചാപ്റ്ററാണ് കേട്ടോ, ചാപ്റ്റർ 3 ആൻഡ് ചാപ്റ്റർ 4. ഫസ്റ്റ് നോക്കാം ഇൻകം. ഓക്കെ, നമ്മളിപ്പം 5 ഐറ്റംസ് ആണ് പറയുന്നത്. നമ്മൾ അക്കൗണ്ടിങ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 5 ഐറ്റംസ് ആണുള്ളത്. ഏതൊക്കെയാണ്? അസെറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ്. ഓക്കെ, ഇതിനകത്ത് അസെറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇനി ഇൻകം, എക്സ്പെൻസ്, ദെൻ അതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ, ഇതും കൂടെ നമുക്കൊന്ന് നോക്കാം. എന്താണ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻകം മീൻസ് എനി ഏർണിങ്സ് ഓഫ് ദ ബിസിനസ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ഏർണിങ്സ് ഓഫ് ദ ബിസിനസ്സിലേക്ക് വരുന്ന എല്ലാ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇതൊക്കെ എന്താണ്? ഇൻകം ആണ്. ഓക്കെ, റവന്യൂ മീൻസ് ഇൻകം ജനറേറ്റഡ് ഫ്രം സെയിൽസ്. ഓക്കെ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഒന്നുകിൽ അവർ പ്രോഡക്ട്സ് ആയിരിക്കും വിൽക്കുന്നത്, അല്ലെങ്കിൽ അവർ സർവീസ് ആയിരിക്കും വിൽക്കുന്നത്. എന്താണോ അവർ ചെയ്യുന്ന ബിസിനസ്, അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സെയിൽസിൽ നിന്നുള്ള എല്ലാ ഇൻകത്തെ നമ്മൾ എന്താ പറയുക? ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് വിറ്റിട്ട് അവർക്ക് കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ എന്താ പറയുക? റവന്യൂ എന്നാണ് പറയുക. ഓക്കെ, സോ റവന്യൂ മീൻസ് ഇൻകം ജനറേറ്റഡ് ഫ്രം സെയിൽസ്. ഓക്കെ, ദെൻ അടുത്തത് എക്സ്പെൻസ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ജനറേറ്റിംഗ് റവന്യൂ. ഓക്കെ, റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെയിൽസിൽ നിന്നുള്ള ഇൻകം ആണ്. സെയിൽസിൽ നിന്നുള്ള ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന കോസ്റ്റിനെയാണ് എന്ത് പറയാം? എക്സ്പെൻസ് എന്ന് പറയാം. അപ്പോൾ റവന്യൂ കിട്ടണമെങ്കിൽ സെയിൽസ് നടക്കണം, സെയിൽസ് നടക്കണമെങ്കിൽ പ്രൊഡക്ഷൻ നടക്കണം. ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ കോസ്റ്റിനെയും നമുക്ക് എന്ത് പറയാം? എക്സ്പെൻസ് എന്ന് പറയാം. അപ്പോൾ സെയിൽസിൽ നിന്നുള്ള വരുമാനം റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന കോസ്റ്റ് എക്സ്പെൻസ്. ഓക്കെ, അടുത്തത് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ ഈസ് ദ എമൗണ്ട് ഓഫ് റിസോഴ്സസ് കൺസ്യൂംഡ്. ഓക്കെ, ഈ ഒരു സെൻറ്റൻസ് ഇതുപോലെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. പെട്ടെന്ന് നമുക്ക് ആ സെൻറ്റൻസ് മീനിങ് വെച്ചിട്ട് ആൻസർ കിട്ടിക്കൊള്ളണമെന്നില്ല. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് റിസോഴ്സസ് കൺസ്യൂംഡ്. എന്താ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിഭവങ്ങൾ അല്ലേ? അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലുള്ള വിഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അസെറ്റ്സ് ആണ്. അപ്പോൾ അസെറ്റ്സ് കൺസ്യൂം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അസെറ്റ്സ് പർച്ചേസ് ചെയ്യുന്നതുമായിട്ട്, അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റിനെയാണ് എന്ത് പറയാം? എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. ഓക്കെ, അപ്പം ബിസിനസ്സിൻ്റെ എല്ലാ ഏർണിങ്സും ഇൻകമാണ്. സെയിൽസിൽ നിന്നുള്ള ഇൻകം റവന്യൂ ആണ്. റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ് എക്സ്പെൻസ് ആണ്. ദെൻ ബിസിനസ്സിലെ അസെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് എക്സ്പെൻഡിച്ചർ ആണ്. ക്ലിയർ ആണല്ലോ? ഇനി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലോങ് ടേം ഇൻ നേച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ലോങ് ടേം ആണ്. എന്താ ലോങ് ടേം? ഒരു വർഷത്തിൽ കൂടുതൽ കാലത്തേക്ക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് എന്ത് പറയാം? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. സോ ഇറ്റ് ഈസ് ലോങ് ടേം ഇൻ നേച്ചർ. 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഒന്ന്, കോസ്റ്റ് ഇൻകേർഡ് ഫോർ അക്വിസിഷൻ ഓഫ് ഫിക്സഡ് അസെറ്റ്സ്. ഓക്കെ, ഫിക്സഡ് അസെറ്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ്, ഇതിനെ നമ്മൾ എന്ത് പറയും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഓക്കെ, അതായത് ഫിക്സഡ് അസെറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീനറിയോ ഫർണിച്ചറോ ദെൻ കമ്പ്യൂട്ടറോ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങോ ഇങ്ങനെയുള്ള ഫിക്സഡ് അസെറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ് എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. രണ്ടാമത്തേത് കോസ്റ്റ് ഇൻകേർഡ് ഫോർ ഇൻക്രീസിങ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. ഓക്കെ, ബിസിനസ്സിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ്, അതും എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ദെൻ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഷോർട്ട് ടേം ഇൻ നേച്ചർ. ഷോർട്ട് ടേം ആണ്. ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന കോസ്റ്റിനെയാണ് എന്ത് പറയുക? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. ഷോർട്ട് ടേം ഇൻ നേച്ചർ.
ദെൻ 2 കാര്യങ്ങൾക്ക് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, കോസ്റ്റ് ഇൻകേർഡ് ഫോർ മെയിൻറ്റെയിനിങ് ദ ബിസിനസ്. ഓക്കെ, നമ്മുടെ നിലവിലുള്ള ബിസിനസ്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ്, അതെന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. രണ്ടാമത്തേത്, ഫോർ കീപ്പിംഗ് ദ അസറ്റ്സ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. അസറ്റ്സിനെ നല്ല വർക്കിംഗ് കണ്ടീഷനിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന കോസ്റ്റ്, അതും എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ലോങ് ടേം, റവന്യൂ എക്സ്പെൻഡിച്ചർ ഷോർട്ട് ടേം. ഫിക്സഡ് അസറ്റ് വാങ്ങാനും ഏണിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനും വരുന്ന കോസ്റ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്യാനും അസറ്റിനെ നല്ല വർക്കിംഗ് കണ്ടീഷനിൽ കീപ്പ് ചെയ്യാനും വരുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ദെൻ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹ്യൂജ് എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഫ്രം വിച്ച് ദ ബെനിഫിറ്റ് ഈസ് ഡിറൈവ്ഡ് ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. ഓക്കെ, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് നമ്മളൊരു ഐറ്റത്തെ പറയണമെങ്കിൽ അവിടെ നമുക്ക് വരുന്ന കോസ്റ്റ് ഹ്യൂജ് എമൗണ്ട് ആയിരിക്കണം, വലിയൊരു തുക. ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ച് ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികളൊക്കെയാണ് എന്ത് വരാം? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഹ്യൂജ് എമൗണ്ട് ആണ്. ദെൻ അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നത് ഒരുപാട് കാലം കൊണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഓക്കെ, എമൗണ്ട് സ്പെൻഡ് ഫോർ അഡ്വർടൈസ്മെൻറ്റ് ഈസ് ആൻ എക്സാമ്പിൾ. അഡ്വർടൈസ്മെൻറ്റ്, ദെൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും നമുക്ക് ചിലപ്പം തെറ്റിപ്പോവാം. ഫോർ എക്സാമ്പിൾ, ഷിഫ്റ്റിംഗ് എ ബിസിനസ് ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ. ഒരു ബിസിനസ് സ്ഥാപനം ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഏതാ എക്സ്പെൻഡിച്ചർ? പറഞ്ഞേ. ക്യാപിറ്റൽ ആണോ, റവന്യൂ ആണോ, ഡെഫേർഡ് റവന്യൂ ആണോ? ഡെഫേർഡ് റവന്യൂ ആണ് അല്ലേ? ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഡെഫേർഡ് റവന്യൂ ആണ്. അതിനുള്ള കാരണം എന്താ? ഡെഫേർഡ് റവന്യൂ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇത് രണ്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാവുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പുറത്തു പോകുന്നു, ഔട്ട്ഫ്ലോ സംഭവിക്കുന്നു. അതേസമയം വാല്യൂ ഉള്ള ഒരു അസറ്റ് ബിസിനസ്സിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ അസറ്റ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറാണ് ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഫോർ എക്സാമ്പിൾ, എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്. നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? ഒന്നുകിൽ നമ്മുടെ സ്പേസ് കൂട്ടണം അല്ലേ, അല്ലെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള മെഷീനറിയോ ഫർണിച്ചറോ ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യണം. അപ്പം എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അസറ്റ്സിൻ്റെ വാല്യൂ കൂടുന്നുണ്ട്. അപ്പോൾ അതെന്ത് എക്സ്പെൻഡിച്ചറാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഡെഫേർഡ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നൊരു ഹ്യൂജ് എമൗണ്ട് പുറത്തു പോയി, ബിസിനസ്സിൽ നിന്ന് ഔട്ട്ഫ്ലോ സംഭവിച്ചു, പക്ഷേ പകരം ഇങ്ങോട്ട് അസറ്റ് ഒന്നും വരുന്നില്ല. അതിനെയാണ് എന്ത് പറയാം? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. ഓക്കെ, അപ്പം ഷിഫ്റ്റിംഗ് ഓഫ് എ ബിസിനസ് ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാ വരാം? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, അതിനുള്ള കാരണം എന്താ? അവിടെ നമുക്ക് അഡീഷണൽ അസറ്റ് ഒന്നും വരുന്നില്ല. ഈ ലാൻഡിന് പകരം വേറൊരു ലാൻഡ്, ഈ ബിൽഡിങ്ങിന് പകരം വേറൊരു ബിൽഡിംഗ്, ദെൻ ഇവിടെയുള്ള മെഷീനറി ഫർണിച്ചറും തന്നെയാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അസറ്റ്സിൻ്റെ വാല്യൂ കൂടാത്തത് കൊണ്ട് അതിൻ്റെ എക്സ്പെൻഡിച്ചറാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻസ്. അപ്പോൾ ഇൻകം എന്താണ്, റവന്യൂ എന്താണ്, എക്സ്പെൻസ് എന്താണ്, എക്സ്പെൻഡിച്ചർ എന്താണ്, ദെൻ ടൈപ്സ് ഓഫ് എക്സ്പെൻഡിച്ചറിൽ ക്യാപിറ്റൽ, റവന്യൂ, ഡെഫേർഡ് റവന്യൂ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ദ നെക്സ്റ്റ് ടോപ്പിക്, സബ് ഡിവിഷൻ ഓഫ് ജേർണൽ. ജേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജേർണൽ ഈസ് ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി അല്ലേ? ട്രാൻസാക്ഷൻസ് നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് എന്ത് പറയാം? ജേർണൽ എന്ന് പറയാം. ഈ ജേർണലിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയാം? ജേർണലൈസിങ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എത്ര ടൈപ്പ് ജേർണൽ ഉണ്ടാവും? പറഞ്ഞേ, നമ്പർ ഓഫ് ടൈപ്സ് ഓഫ് ജേർണൽസ്. 8 അല്ലേ? 8 ടൈപ്പ് ജേർണലുകളാണ് ഉണ്ടാവുക. ഈ 8 ജേർണൽസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സ്പെഷ്യൽ ജേർണൽസും ജനറൽ ജേർണലും. സ്പെഷ്യൽ ജേർണൽസ് 7 എണ്ണവും ജനറൽ ജേർണൽ 1 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, അപ്പം സബ് ഡിവിഷൻ ഓഫ് ജേർണൽ ആണ് നമ്മൾ പറയുന്നത്. ജേർണൽ ഈസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2 സ്പെഷ്യൽ ജേർണൽസ് ആൻഡ് ജനറൽ ജേർണൽ. സ്പെഷ്യൽ ജേർണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
These are the journals for a specific purpose അല്ലെങ്കിൽ for a special purpose. ഓക്കെ, ജനറൽ ജേണലോ പേരിൽ പറയുന്ന പോലെ തന്നെ ജനറൽ പർപ്പസ് ആണ്. എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ നോക്കാം സ്പെഷ്യൽ ജേണൽസിൽ ഫസ്റ്റ് വൺ ക്യാഷ് ബുക്ക്. എന്താ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ബുക്ക് ഈസ് ദ ബുക്ക് യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻസ്. അല്ലേ, എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യാനുള്ള ബുക്കാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. It is the only book that acts as both journal and ledger. ഒരേ സമയം ജേർണലും ലെഡ്ജറുമായിട്ട് ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ബുക്കാണ് ഇത് ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ബുക്ക് തന്നെയാണ് ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ഓൺ ക്യാഷ് ബേസിസ്. ക്യാഷ് ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് ബേസിസിലാണ്? ക്യാഷ് ബേസിസിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. ഓക്കെ, എന്താ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ്സിൻ്റെ അക്കൗണ്ട് ആണ്. ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. ഓക്കെ, അപ്പോൾ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഒരു റിയൽ അക്കൗണ്ട് ആണ്. അപ്പോൾ 4 പോയിന്റ്സാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനുള്ള ബുക്കാണ് ക്യാഷ് ബുക്ക്. ഒരേ സമയം ജേർണലും ലെഡ്ജറുമായിട്ട് ആക്ട് ചെയ്യുന്ന ബുക്കാണ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്യാഷ് ബേസിസിലാണ്. ദെൻ അതൊരു റിയൽ അക്കൗണ്ട് ആണ്. ഓക്കെ, അടുത്തത് പർച്ചേസ് ഡേ ബുക്ക്. പർച്ചേസ് ഡേ ബുക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു റെക്കോർഡ് ക്രെഡിറ്റ് പർച്ചേസസ്. ഓക്കെ, പർച്ചേസസ് എന്ന് പറഞ്ഞാൽ എന്താ? പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ്. ഗുഡ്സ് വാങ്ങുന്നതിനെയാണ് നമ്മൾ പർച്ചേസസ് എന്ന് പറയുക. അല്ലാണ്ട് ഫിക്സഡ് അസറ്റ്സ് ഫേർണിച്ചറോ മെഷീനറിയോ ഒക്കെ വാങ്ങുന്നതിന് നമ്മൾ എന്ത് പറയില്ല? പർച്ചേസസ് എന്ന് പറയാറില്ല. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ്സ് ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ ജേർണൽ എൻട്രി എഴുതുന്ന ബുക്കാണ് ഇത് പർച്ചേസ് ഡേ ബുക്ക്. സോ പർച്ചേസ് ഡേ ബുക്ക് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ ദ ക്രെഡിറ്റ് പർച്ചേസസ്. ഗുഡ്സ് ക്രെഡിറ്റിന് വാങ്ങുന്നത് റെക്കോർഡ് ചെയ്യാനുള്ള ബുക്കാണ് പർച്ചേസ് ഡേ ബുക്ക്. അങ്ങനെയാണെങ്കിൽ സെയിൽസ് ഡേ ബുക്ക് എന്താ? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു റെക്കോർഡ് ക്രെഡിറ്റ് സെയിൽസ്. നമ്മൾ കടത്തിന് ഗുഡ്സ് സെയിൽ ചെയ്യുന്നതിൻ്റെ ജേർണൽ എൻട്രീസ് എഴുതാനുള്ള ബുക്കാണ് സെയിൽസ് ഡേ ബുക്ക്. നെക്സ്റ്റ് പർച്ചേസ് റിട്ടേൺ ബുക്ക്. പർച്ചേസ് റിട്ടേൺ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു റെക്കോർഡ് ദ റിട്ടേൺസ് ഓഫ് ക്രെഡിറ്റ് പർച്ചേസസ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, പർച്ചേസ് റിട്ടേൺ ബുക്ക് റെക്കോർഡ്സ് ഓൾ പർച്ചേസ് റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. എല്ലാ പർച്ചേസ് റിട്ടേൺസും പർച്ചേസ് റിട്ടേൺ ബുക്കിനകത്ത് എന്ത് ചെയ്യില്ല? റെക്കോർഡ് ചെയ്യില്ല. ഓക്കെ, സപ്പോസ് നമ്മളൊരു കടയിൽ പോയി ഒരു 2000 രൂപയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഗുഡ്സ് വാങ്ങി വിചാരിക്കുക. നമ്മളൊരു ഡ്രസ്സ് വാങ്ങി. ഓക്കെ, 2000 രൂപയ്ക്ക് ഒരു ഡ്രസ്സ് വാങ്ങി. ഡ്രസ്സ് വാങ്ങിയതിന് ശേഷം നമ്മളൊരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് റിട്ടേൺ ചെയ്തു. എന്തെങ്കിലും കാരണം കൊണ്ട് ഡാമേജ് ഉണ്ട് വിചാരിച്ചോളൂ. നമ്മൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ റിട്ടേൺ ചെയ്തു. കടക്കാരെന്താ ചെയ്യുക? നമ്മൾ നേരത്തെ കൊടുത്ത 2000 രൂപ തിരിച്ചു തരും. അല്ലേ, തിരിച്ചു തരൂ. നമ്മൾ വേറെ ഡ്രസ്സ് വാങ്ങണോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. തിരിച്ചു തരുന്ന ഷോപ്പാണെങ്കിൽ എന്താ ചെയ്യുക? ക്യാഷ് ആണ് തരിക. അപ്പോൾ അത് എന്ത് ട്രാൻസാക്ഷനായി? ക്യാഷ് ട്രാൻസാക്ഷനായി. ഓക്കെ, അപ്പോൾ ക്യാഷ് പർച്ചേസസിൻ്റെ റിട്ടേൺ ക്യാഷ് ബുക്കിലാണ് എഴുതുക. അതേപോലെ തന്നെ ക്യാഷ് സെയിൽസിൻ്റെ റിട്ടേണും ക്യാഷ് ബുക്കിലാണ് എഴുതുക. ക്രെഡിറ്റ് പർച്ചേസസിൻ്റെ റിട്ടേൺ മാത്രമാണ് ഇവിടെ എഴുതാം പർച്ചേസ് റിട്ടേൺ ബുക്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ പർച്ചേസ് റിട്ടേൺ ബുക്ക് റെക്കോർഡ്സ് ഓൾ ക്രെഡിറ്റ് പർച്ചേസ് റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. എല്ലാ പർച്ചേസ് റിട്ടേൺസും കാണിക്കില്ല. ക്രെഡിറ്റ് പർച്ചേസസ് ഓൺലി, റിട്ടേൺസ് ഓഫ് ക്രെഡിറ്റ് പർച്ചേസസ് ഓൺലി. ദെൻ സെയിൽസ് റിട്ടേൺ ബുക്ക്. സെയിൽസ് റിട്ടേൺ ബുക്ക് എന്താ? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു റെക്കോർഡ് ദ റിട്ടേൺസ് ഓഫ് ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് സെയിൽസിൻ്റെ റിട്ടേൺസ് റെക്കോർഡ് ചെയ്യാനുള്ള ബുക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സെയിൽസ് റിട്ടേൺസും കാണിക്കില്ല. ക്രെഡിറ്റ് സെയിൽസിൻ്റെ റിട്ടേൺസ് മാത്രം കാണിക്കാനുള്ള ബുക്കാണ് സെയിൽസ് റിട്ടേൺസ് ബുക്ക്. ദെൻ നെക്സ്റ്റ് ബിൽസ് റിസീവബിൾസ് ബുക്കും ബിൽസ് പേയബിൾസ് ബുക്കും. ഓക്കെ, ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അസറ്റാണ്. നമുക്ക് ക്യാഷ് കിട്ടാനുള്ള ബില്ലുകൾ. ബില്ല് എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടാനുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബിൽസ് റിസീവബിൾ. നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള ബില്ലുകൾ ബിൽസ് പേയബിൾ. ഓക്കെ, അപ്പം ബിൽസ് റിസീവബിൾസ് ബുക്കിൽ എന്താ ഉണ്ടാവാം? ഇറ്റ് കണ്ടെയ്ൻസ് ദ ഡീറ്റെയിൽസ് ഓഫ് ഡെപ്റ്റേഴ്സ്. നമുക്ക് ക്യാഷ് തരാനുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്, ബിൽസ് റിസീവബിൾസ് ബുക്കിലുണ്ട്. നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ ജേർണൽ എൻട്രീസ് ഒക്കെ ഇവിടെ ഉണ്ടാവും, ബിൽസ് പേയബിൾസ് ബുക്കിലും ഉണ്ടാവും. ഓക്കെ, ഇത്രയാണ് സ്പെഷ്യൽ ജേർണൽസ്. സ്പെഷ്യൽ ജേർണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ പർപ്പസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജേർണൽസ് ആണ്. ക്ലിയർ ആണല്ലോ? ദെൻ അടുത്തത് ജനറൽ ജേർണൽ. ജനറൽ ജേർണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ ജേർണലിൽ ഒരേ ഒരു ജേർണലേ ഉള്ളൂ, ജേർണൽ പ്രോപ്പർ. അല്ലേ? ജേർണൽ പ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് എനി ട്രാൻസാക്ഷൻ ദാറ്റ് ഡസ് നോട്ട് അപ്പിയർ ഇൻ എനി അതർ ഡേ ബുക്ക്. ഓക്കെ,
മറ്റുള്ള ഡേ ബുക്സിലൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ലാത്ത ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുക്കാണ് ജേണൽ പ്രോപ്പർ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മിസലേനിയസ് ജേണൽ. ജേണൽ പ്രോപ്പറിനെ നമ്മൾ എന്തും പറയും? മിസലേനിയസ് ജേണൽ എന്നും പറയും. ജേണൽ പ്രോപ്പറിൽ നോർമലി റെക്കോർഡ് ചെയ്യുന്ന 4 ഐറ്റംസ് ആണ്. 1, ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്. 2, ക്രെഡിറ്റ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. 3, ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് സ്റ്റേഷനറി. ഓക്കെ, സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ ഒരു അസറ്റാന്ന് വിചാരിക്കരുത്. സ്റ്റേഷനറി അസറ്റ് അല്ല, സ്റ്റേഷനറി എക്സ്പെൻസ് ആണ് കേട്ടോ. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് സ്റ്റേഷനറി. പിന്നെയോ ഡ്രോയിങ്സ് അതർ ദാൻ ക്യാഷ്. ഇത്രയും കാര്യങ്ങൾ എവിടെ എഴുതും? ജേണൽ പ്രോപ്പറിൽ എഴുതും. ഓക്കെ, അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിൻവലിക്കുന്നതാണ്. ക്യാഷാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ക്യാഷ് ബുക്കിൽ എഴുതാം. ക്യാഷ് അല്ലാണ്ട് വേറെ എന്തൊക്കെ എടുക്കാം? ഗുഡ്സ് എടുക്കാം അല്ലേ, ദെൻ കമ്പ്യൂട്ടർ എടുക്കാം, ഫർണിച്ചർ എടുക്കാം. ഇങ്ങനെ ക്യാഷ് അല്ലാണ്ട് മറ്റെന്ത് ഐറ്റംസ് ഓണർ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിൻവലിച്ചാലും അതൊക്കെ എവിടെ എഴുതും? ജേണൽ പ്രോപ്പറിൽ എഴുതും. ഓക്കെ, അപ്പോൾ ജനറൽ ജേണൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ജേണൽ പ്രോപ്പറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ ജേണൽസിൽ എഴുതാൻ പറ്റാത്ത എല്ലാ ട്രാൻസാക്ഷനും എവിടെ എഴുതും? ജേണൽ പ്രോപ്പറിനകത്ത് എഴുതും. ജേണൽ പ്രോപ്പറിനെ പറയുന്ന വേറൊരു പേരാണ് മിസലേനിയസ് ജേണൽ. ദെൻ ജേണൽ പ്രോപ്പറിൽ റെക്കോർഡ് ചെയ്യുന്ന ഐറ്റംസ് ആണ്, എക്സാമിൽ സാധാരണ ചോദിക്കുന്ന ഐറ്റംസ് ആണ്. 1, ക്രെഡിറ്റിന് ഫിക്സഡ് അസറ്റ് വാങ്ങുക, ദെൻ ക്രെഡിറ്റിന് ഫിക്സഡ് അസറ്റ് വിൽക്കുക, ദെൻ സ്റ്റേഷനറി ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുക, അതേപോലെ തന്നെ ക്യാഷ് അല്ലാത്ത മറ്റു ഡ്രോയിങ്സും. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് ടൈപ്സ് ഓഫ് ജേണൽ. ഓക്കെ, ഇനി നമ്മൾ സ്പെഷ്യൽ ജേണൽസിൽ പറഞ്ഞ ഒന്നാമത്തെ ജേണലാണ് ഏത്? ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ നമുക്ക് കുറച്ച് ടൈപ്സും കൂടെ പഠിക്കാനുണ്ട്. പ്രധാനപ്പെട്ടും 4 ടൈപ്സ് ആണ് എന്തിനുള്ളത്? ക്യാഷ് ബുക്കിനുള്ളത്. ഓക്കെ, പ്രധാനമായിട്ട് 4 ടൈപ്പ് ക്യാഷ് ബുക്കുകളാണുള്ളത്. ഫസ്റ്റ് വൺ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, രണ്ടാമത്തേത് ഡബിൾ കോളം ക്യാഷ് ബുക്ക്, പിന്നെ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക്. ഓക്കെ, സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്യാഷ് ബുക്ക് ഹാവിങ് ഓൺലി 1 amount കോളം ഓൺ ബോത്ത് സൈഡ്സ്. 2 സൈഡിലും ഒരു എമൗണ്ട് കോളം മാത്രം ഉള്ളതിനെയാണ് എന്ത് പറയാം? സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയാം. ഇറ്റ് ഓൾവേസ് ഷോസ് ഡെബിറ്റ് ബാലൻസ്. കാരണം എന്താ? ഈ ഒരു എമൗണ്ട് കോളം എന്ന് പറയുന്നത് ക്യാഷ് ആണ്. ക്യാഷ് എപ്പോഴും ഡെബിറ്റ് ബാലൻസേ കാണിക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു പേഴ്സിൽ ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം എത്ര രൂപ ചിലവഴിക്കാം? 1000 രൂപ അല്ലേ? അപ്പോൾ നമുക്ക് ഇല്ലാത്ത ക്യാഷ് എടുത്ത് കൊടുക്കാനൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ക്യാഷ് കോളം ആണെങ്കിൽ ക്യാഷ് കോളം എന്ത് ബാലൻസാണ് കാണിക്കുക? ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ 0. പക്ഷെ ഒരിക്കലും എന്ത് കാണിക്കില്ല? ക്രെഡിറ്റ് ബാലൻസ് കാണിക്കില്ല. അപ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഓൾവേസ് ഷോസ് ഡെബിറ്റ് ബാലൻസ്. അടുത്തത് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഇറ്റ് ഈസ് ദ ക്യാഷ് ബുക്ക് ഹാവിങ് 2 amount കോളംസ്. ഓക്കെ, 2 സൈഡിലും 2 amount കോളം ഉള്ള ക്യാഷ് ബുക്കിനാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയാം. ഒന്നുകിൽ അത് ക്യാഷും ബാങ്കും ആയിരിക്കും, അല്ലെങ്കിൽ അത് ക്യാഷും ഡിസ്കൗണ്ടും ആയിരിക്കും. ഓക്കെ, കൂടുതലും ക്യാഷ് ആൻഡ് ബാങ്ക് ആണ് ഉണ്ടാവുക. പക്ഷേ ക്യാഷ് ആൻഡ് ഡിസ്കൗണ്ട് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് തന്നെയാണ് പറയാം? ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്നാണ് പറയാം. ഇറ്റ് ഷോസ് ഐദർ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ്. ഓക്കെ, അപ്പം ഈ ക്യാഷ് ബുക്ക് ഏത് ബാലൻസ് കാണിക്കുന്നു എന്ന് ചോദിക്കുമ്പം ഐദർ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് എപ്പോഴാണ് വരിക? ബാങ്ക് കോളം ഉള്ള സമയത്ത്. ഓക്കെ, അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഷോസ് ഡാഷ് ബാലൻസ്. ഡബിൾ കോളം ആകുമ്പോൾ ബാങ്ക് കോളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബാങ്ക് കോളം ഉണ്ടെങ്കിൽ അവിടെ ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബാലൻസ് ഏതായിരിക്കും? ഒന്നുകിൽ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ്. ഓക്കെ, സോറി, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഐദർ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ആണ് ഇതിൽ വരിക, ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ബാലൻസ് വരിക. അതേസമയം ഡബിൾ കോളം ക്യാഷ് ബുക്ക് വിത്ത് ഡിസ്കൗണ്ട് കോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ കോളം എന്ന് പറഞ്ഞു, അപ്പോൾ 2 കോളേ ഉള്ളൂ. വിത്ത് ഡിസ്കൗണ്ട് കോളം അതിൽ ഒരെണ്ണം ഡിസ്കൗണ്ട് ആണ്, അപ്പോൾ പിന്നെ മറ്റേത് ഏതായിരിക്കും? ക്യാഷ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഷോസ് ഡാഷ് ബാലൻസ്. ആൻസർ എന്താ? ഡെബിറ്റ് ബാലൻസ് ഓൺലി. ഓക്കെ, ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഷോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐദർ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് വിത്ത് ഡിസ്കൗണ്ട് കോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെബിറ്റ് ബാലൻസ് ഓൺലി. കാരണം എന്താ? അവിടെ പിന്നെ ബാങ്ക് അക്കൗണ്ട് ഇല്ല. അപ്പോൾ ബാങ്ക് കോളം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ? ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് എന്നുള്ള ഓപ്ഷൻ വരുള്ളൂ. ബാങ്ക് കോളം ഇല്ലാത്ത എല്ലാ ക്യാഷ് ബുക്കുകളും ഡെബിറ്റ് ബാലൻസ് മാത്രമേ കാണിക്കുള്ളൂ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്. ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് കോളം ഡെബിറ്റ് ബാലൻസ് തന്നെ ആയിരിക്കില്ല. ക്യാഷ് കോളം ഡെബിറ്റ് ബാലൻസ് മാത്രമേ കാണിക്കുള്ളൂ. ക്യാഷ് കോളത്തിൽ ഡെബിറ്റ് അല്ലാണ്ട് വേറൊരു ബാലൻസും വരില്ല. പക്ഷേ ക്യാഷ് ബുക്കിൽ ബാങ്ക് കോളം ഉണ്ടെങ്കിൽ അതിൽ എന്ത് വന്നേക്കാം? ഓവർ ഡ്രാഫ്റ്റ് വന്നേക്കാം. അപ്പോൾ ബാലൻസ് ഏതാവും? ക്രെഡിറ്റ് ആവും. ഓക്കെ, ദെൻ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്യാഷ് ബുക്ക് ഹാവിങ് 3 amount കോളംസ് ഓൺ ബോത്ത് സൈഡ്സ്.
ക്യാഷ്, ബാങ്ക് ആൻഡ് ഡിസ്കൗണ്ട്. ഓക്കെ, 3 എമൗണ്ട് കോളം 2 സൈഡിലുള്ള ക്യാഷ് ബുക്കാണ്. ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്. ഏതൊക്കെയാണ് 3 കോളം? ക്യാഷ്, ബാങ്ക്, ഡിസ്കൗണ്ട്. ഇറ്റ് ഷോസ് ഐദർ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ്. കാരണം എന്താ, ഇവിടെ ബാങ്ക് കോളം ഉണ്ട്. അപ്പോൾ ബാലൻസ് എങ്ങനെയാണ് കാണിക്കുക? ഡെബിറ്റും കാണിക്കാം, ക്രെഡിറ്റും കാണിക്കാം. ഓക്കെ, the discount shown on receipt side is discount allowed and the discount shown on payment side is discount received. എന്താ പറയുന്നത്? റെസിപ്റ്റ് സൈഡിൽ കാണിക്കുന്ന ഡിസ്കൗണ്ട് റിസീവ്ഡ് അല്ല, ഡിസ്കൗണ്ട് അലൗഡ് ആണ്. നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് കിട്ടുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് ഡിസ്കൗണ്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ റെസിപ്റ്റ് സൈഡിലുള്ളത് ഡിസ്കൗണ്ട് അലൗഡ്. പേയ്മെൻറ്റ് സൈഡിലുള്ളതോ ഡിസ്കൗണ്ട് റിസീവ്ഡ്. നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കുമ്പോഴാണ് അവർ നമുക്ക് ഇങ്ങോട്ട് ഡിസ്കൗണ്ട് തരാം. ഓക്കെ, അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. റെസിപ്റ്റ് സൈഡിലുള്ളത് ഡിസ്കൗണ്ട് അലൗഡ്, പേയ്മെൻറ്റ് സൈഡിലുള്ളത് ഡിസ്കൗണ്ട് റിസീവ്ഡ്. The next cash book, petty cash book. It is used to record small day-to-day expense of the business. ചെറിയ ദൈനംദിന ചെലവുകൾ എഴുതി വെക്കാനുള്ളതാണ് പെറ്റി ക്യാഷ് ബുക്ക്. ഇറ്റ് ഷോസ് ഡെബിറ്റ് ബാലൻസ് ഓൺലി. കാരണം എന്താ, ഇവിടെ ബാങ്ക് കോളമൊന്നും ഇല്ല. നമ്മൾ ക്യാഷ് എടുത്തിട്ടാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് മാത്രമേ കാണിക്കുള്ളൂ. ഇറ്റ് ഈസ് മെയിൻറ്റൈൻഡ് ബൈ പെറ്റി ക്യാഷ്യർ. ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? പെറ്റി ക്യാഷ്യറാണ്. പെറ്റി ക്യാഷ്യറിന് ആര് ക്യാഷ് കൊടുക്കും? മെയിൻ ക്യാഷ്യർ കൊടുക്കും. ഓക്കെ, ദ സിസ്റ്റം ഫോളോഡ് ഈസ് കോൾഡ് ഇംപ്രസ്ഡ് സിസ്റ്റം. ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുക. അതായത് മെയിൻ ക്യാഷ്യർ അഡ്വാൻസ് ആയിട്ട് പെറ്റി ക്യാഷ്യറിന് എമൗണ്ട് കൊടുക്കും, അതിൽ നിന്ന് പെറ്റി ക്യാഷ്യർ എക്സ്പെൻസ് മീറ്റ് ചെയ്യും. ഇതിന് ഇംപ്രസ്ഡ് സിസ്റ്റം എന്നാണ് പറയാം. ദ ടോട്ടൽ എമൗണ്ട് ഈസ് കോൾഡ് ഇംപ്രസ്ഡ് മണി. ഓക്കെ, ടോട്ടൽ എമൗണ്ടിനെ ഇംപ്രസ്ഡ് മണി എന്നാണ് പറയാം. ദ പ്രോസസ് ഓഫ് റീഫില്ലിംഗ് പെറ്റി ക്യാഷ് ബോക്സ് ഈസ് കോൾഡ് റീപ്ലെനിഷ്മെൻറ്റ്. പെറ്റി ക്യാഷ് ബോക്സ് നമ്മൾ റീഫിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് 3000 രൂപ പെറ്റി ക്യാഷ്യറിന് കൊടുത്തു. ഓക്കെ, 1400 രൂപ ചിലവായി എന്ന് വിചാരിക്കാം. 1600 പെറ്റി ക്യാഷ്യറിൻ്റെ കയ്യിലുണ്ട്. ഇനി മെയിൻ ക്യാഷ്യർ എത്രയാണ് കൊടുക്കുക? ഒരു 1400 കൂടെ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ വീണ്ടും റീഫിൽ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് റീപ്ലെനിഷ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ടോട്ടൽ എമൗണ്ടിനെ ഇംപ്രസ്ഡ് മണി എന്ന് പറയും. റീഫിൽ ചെയ്യുന്ന പ്രോസസ്സിനെ റീപ്ലെനിഷ്മെൻറ്റ് എന്നും പറയും. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം, ഡബിൾ കോളം, ട്രിപ്പിൾ കോളം, പെറ്റി ക്യാഷ് ബുക്ക്. ഓക്കെ, അടുത്തത് ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ട് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുക? പർച്ചേസ് റിട്ടേൺസിൻ്റെ സമയത്താണ് ഡെബിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ക്രെഡിറ്റ് നോട്ടോ സെയിൽസ് റിട്ടേൺസിൻ്റെ സമയത്ത്. സോ ഡെബിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ബയർ ഓൺ ദ സെല്ലർ അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ് റിട്ടേൺസ് ടു ഇൻറ്റിമേറ്റ് ദാറ്റ് ദ സെല്ലേഴ്സ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? വാങ്ങിയ സാധനങ്ങൾ തിരിച്ചു കൊടുക്കുന്നു. പർച്ചേസ് ചെയ്ത സാധനങ്ങൾ തിരിച്ചു കൊടുക്കുന്നു. ഓക്കെ, പർച്ചേസ് ചെയ്ത സമയത്ത് എന്തായിരിക്കും ജേണൽ എൻട്രി? സപ്പോസ് നമ്മൾ മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്നാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ജേണൽ എൻട്രി എന്താ? പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു എക്സ് അക്കൗണ്ട്, അല്ലേ? പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു എക്സ് അക്കൗണ്ട്. പർച്ചേസറിനെ നമ്മൾ എന്ത് ചെയ്തു? ആരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്? സെല്ലറിനെ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. വാങ്ങിയ സാധനങ്ങൾ നമ്മൾ തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ആളിനോട് ലയബിലിറ്റി ഉണ്ടോ? ഇല്ല. ലയബിലിറ്റി കുറയുമ്പോൾ എന്താ ചെയ്യുക? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പർച്ചേസ് റിട്ടേൺസിൻ്റെ സമയത്ത് സെല്ലറിൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡെബിറ്റ് നോട്ട് പർച്ചേസ് റിട്ടേൺ, ഡെബിറ്റ് നോട്ട് പർച്ചേസ് റിട്ടേൺ എന്ന് നമ്മൾ ബൈഹാർട്ട് ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ട് വരുന്നു? ഓക്കെ, എന്തുകൊണ്ടാണ് സെല്ലറിൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നത് എന്ന് ലോജിക്കലി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മറക്കില്ല. അപ്പോൾ ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് റിട്ടേണിൻ്റെ സമയത്ത് പ്രിപ്പയർ ചെയ്യുന്നു. എന്താണ് ഡെബിറ്റ് നോട്ടിനകത്ത് എഴുതിയിട്ടുണ്ടാവുക? ഇൻറ്റിമേറ്റ്സ് ദാറ്റ് ദ അക്കൗണ്ട് ഓഫ് സെല്ലർ ഈസ് ഡെബിറ്റഡ്. ഓക്കെ, സെല്ലറിൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് സെല്ലറിൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നത്? വാങ്ങിയ സമയത്ത്, ഗുഡ്സ് വാങ്ങിയ സമയത്ത് നമ്മൾ ക്യാഷ് കൊടുത്തിട്ടില്ല, അവരോട് നമുക്ക് ലയബിലിറ്റി ഉണ്ടായിരുന്നു. ലയബിലിറ്റി കൂടുമ്പം അവരെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. വാങ്ങിയ സാധനങ്ങൾ തിരിച്ചു കൊടുത്തു. ഇനി നമുക്ക് അവരോട് ലയബിലിറ്റി ഇല്ല. ലയബിലിറ്റി കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ട് സെല്ലറിനെ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട് പർച്ചേസ് റിട്ടേണിൻ്റെ സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് ഡെബിറ്റ് നോട്ട്. ക്രെഡിറ്റ് നോട്ട് എന്താ? സെയിൽസ് റിട്ടേണിൻ്റെ സമയത്ത്. ഓക്കെ, അപ്പോൾ സെയിൽസ് നടക്കുമ്പോൾ നമ്മൾ കസ്റ്റമറിനെ ഡെബിറ്റ് ചെയ്യും. കാരണം എന്താ? അവർ നമുക്ക് ക്യാഷ് തരാനുണ്ട്. ക്രെഡിറ്റ് സെയിലാണ്. അപ്പോൾ നമുക്ക് അസെറ്റ് കൂടി ഡെബിറ്റ് ചെയ്തു. നമ്മൾ വിറ്റ സാധനങ്ങൾ അവർ തിരിച്ച് നമുക്ക് തന്നെ തന്നു. അതാണ് സെയിൽസ് റിട്ടേൺ. ഇനി അവർ നമുക്ക് ക്യാഷ് തരാനുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് അത്രയും അസെറ്റ് കുറഞ്ഞു. അസെറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ബയറിൻ്റെ അക്കൗണ്ട്, കസ്റ്റമർ അല്ലേ, കസ്റ്റമറിന് അല്ലെങ്കിൽ ബയറിൻ്റെ അക്കൗണ്ട് എന്ത് ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്? ക്രെഡിറ്റ് ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് സെയിൽസ് റിട്ടേണിൻ്റെ സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് ക്രെഡിറ്റ് നോട്ട്. ഓക്കെ, ഇത്രയാണ് ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട്.
അടുത്തത് ലെഡ്ജർ. അപ്പോൾ ജേണൽ കഴിഞ്ഞു. ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണ്. ട്രാൻസാക്ഷൻസ് ഫസ്റ്റ് ടൈം റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് അല്ലേ. രണ്ടാമത്തേത് ലെഡ്ജർ. ലെഡ്ജറിനെ നമ്മൾ ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി എന്നാണ് പറയുക, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് എന്നും പറയും. എന്താ ലെഡ്ജറിനകത്ത് ചെയ്യുന്നത്? പോസ്റ്റിംഗ് ആണ് അല്ലേ. ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് എടുത്തെഴുതുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാം? പോസ്റ്റിംഗ് എന്ന് പറയാം. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? A ledger is a book or collection of accounts in which accounting transactions are recorded. Transactions are classified according to its nature in the ledger. ലെഡ്ജറിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസാക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. എന്താ ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരം തിരിക്കുക. ഓക്കെ, ട്രാൻസാക്ഷൻസിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് അതിനെ നമ്മൾ തരം തിരിക്കുന്ന സ്ഥലമാണ് ഇത് ലെഡ്ജർ. അപ്പോൾ ലെഡ്ജർ ഈസ് എ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ്. ലെഡ്ജർ എന്ന് പറയുന്നത് ഒരു ബുക്കാണെങ്കിൽ അതിലെ ഓരോ പേജും എന്താണ്? ഓരോ അക്കൗണ്ടാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ലെഡ്ജർ ഈസ് എ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ്. ഇവിടെ രണ്ട് രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്ന്, ട്രാൻസാക്ഷൻസിനെ അതിൻ്റെ നേച്ചർ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നത് എവിടെയാണ്? ട്രാൻസാക്ഷൻസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് നേച്ചർ ഇൻ ഡാഷ്. ആൻസർ എന്താ? ലെഡ്ജർ. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നേച്ചർ ആർ ഷോൺ ഇൻ. ഒരുപോലുള്ള ഒരേ നേച്ചറുള്ള ട്രാൻസാക്ഷൻസ് കാണിക്കുന്നത് എവിടെയാണ്? ആൻസർ എന്താ? അക്കൗണ്ട്. ഓക്കെ. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ലെഡ്ജർ. ടൈപ്സ് ഓഫ് ലെഡ്ജർ എന്ന് പറയുന്നത് പേഴ്സണൽ ലെഡ്ജറും ഉണ്ട്, ഇംപേഴ്സണൽ ലെഡ്ജറും ഉണ്ട്. ഓക്കെ, ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ രണ്ട് ടൈപ്പാണ്, പേഴ്സണൽ ആൻഡ് ഇംപേഴ്സണൽ. ദെൻ പേഴ്സണലിനകത്ത് വരുന്നത് പർച്ചേസ് ലെഡ്ജറും സെയിൽസ് ലെഡ്ജറും. ഓക്കെ, ഇംപേഴ്സണലിനകത്ത് വരുന്നത് ജനറൽ ലെഡ്ജർ. ഇതാണ് ലെഡ്ജറിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓരോന്നും എന്താണെന്ന് നോക്കാം. പർച്ചേസ് ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ദ പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ക്രെഡിറ്റേഴ്സ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ ഓർ സപ്ലയേഴ്സ് ലെഡ്ജർ. അതായത് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് അപ്പോഴെന്നെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ക്യാഷ് പർച്ചേസാണ്. പിന്നെ അവിടെ നമുക്ക് ഗുഡ്സ് വിറ്റ ആളുകളുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതേസമയം നമ്മൾ ക്രെഡിറ്റിന് വാങ്ങിയ വിചാരിക്കുക, അപ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങണം. ഓക്കെ, ഈ അക്കൗണ്ടുകളൊക്കെ നമ്മൾ എഴുതി വെക്കുന്ന ബുക്കിനെയാണ് എന്ത് പറയാം? പർച്ചേസ് ലെഡ്ജർ എന്ന് പറയാം. സോ പർച്ചേസ് ലെഡ്ജർ കണ്ടെയ്ൻസ് പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ക്രെഡിറ്റേഴ്സ്. നമ്മൾ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തിട്ടുള്ള സപ്ലയേഴ്സ് ആരൊക്കെയാണോ അവരുടെ പേഴ്സണൽ അക്കൗണ്ട്സ് എഴുതിയിട്ടുള്ള ബുക്കാണ് പർച്ചേസ് ലെഡ്ജർ. ഓക്കെ, അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഏത് ലെഡ്ജറിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ പർച്ചേസ് ലെഡ്ജർ അല്ല. സെയിൽസ് അക്കൗണ്ട് ഏത് ലെഡ്ജറിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ സെയിൽസ് ലെഡ്ജറും അല്ല. ഓക്കെ, അപ്പോൾ ഈ പർച്ചേസ് ലെഡ്ജർ എന്തിനുള്ളതാണ്? സപ്ലയേഴ്സിൻ്റെ പേഴ്സണൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ. സെയിൽസ് ലെഡ്ജറോ കസ്റ്റമേഴ്സിൻ്റെ പേഴ്സണൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസിൻ്റെ സമയത്താണ് പർച്ചേസ് ലെഡ്ജറിലും സെയിൽസ് ലെഡ്ജറിലും നമ്മൾ ഐറ്റംസ് എഴുതുന്നത്. അപ്പോൾ സെയിൽസ് ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ദ പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ഡെപ്റ്റേഴ്സ്. ഓക്കെ, നമ്മൾ ക്രെഡിറ്റിന് സെയിൽ ചെയ്തു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ പേരിൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഈ അക്കൗണ്ട്സ് നമ്മൾ എവിടെ എഴുതുന്നത്? സെയിൽസ് ലെഡ്ജറിലാണ് എഴുതുന്നത്. അപ്പോൾ പർച്ചേസ് ലെഡ്ജറിലും സെയിൽസ് ലെഡ്ജറിലും പേഴ്സണൽ അക്കൗണ്ട്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? പേഴ്സണൽ ലെഡ്ജർ ആണെന്ന് പറയുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞു പേഴ്സണൽ ലെഡ്ജറിലാണ് പർച്ചേസും സെയിൽസും വരുന്നത്. അതിനുള്ള കാരണം അതിനകത്ത് പേഴ്സണൽ അക്കൗണ്ട്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ജനറൽ ലെഡ്ജർ. ജനറൽ ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ അക്കൗണ്ട്സ് അതർ ദാൻ ദ പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പർച്ചേസ് ലെഡ്ജറിലും സെയിൽസ് ലെഡ്ജറിലും ഉള്ളതല്ലാത്ത ബാക്കി എല്ലാ അക്കൗണ്ട്സും എവിടെ ഉണ്ടാവും? ജനറൽ ലെഡ്ജറിലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്. ഓക്കെ, ദെൻ സാലറി അക്കൗണ്ട്, റെൻറ്റ് അക്കൗണ്ട്, മെഷീനറി അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്, ഇതൊക്കെ എവിടെയുള്ളത്? ജനറൽ ലെഡ്ജറിലാണുള്ളത്. ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലെഡ്ജർ. ഓക്കെ, അപ്പോൾ ലെഡ്ജറിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു, പേഴ്സണൽ, ഇംപേഴ്സണൽ. പേഴ്സണലിൽ പർച്ചേസും സെയിൽസും, ഇംപേഴ്സണലിൽ ജനറൽ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് എന്താണ് അക്കൗണ്ട്? നമ്മൾ പറഞ്ഞു ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നേച്ചർ ആർ റെക്കോർഡഡ് ഇൻ ദ അക്കൗണ്ട് അല്ലേ. ഒരുപോലുള്ള ഒരേ സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസിനെയൊക്കെ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും? അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യാം. Each account has an opening or brought forward balance, a list of transactions, each recorded as either a debit or credit in separate columns, and an ending or closing or carry forward balance. അല്ലേ, നമുക്ക് അക്കൗണ്ട് അറിയാമല്ലോ. ഓരോ അക്കൗണ്ടിലും നമ്മൾ ആദ്യം എന്താ എഴുതാം? ബാലൻസ് ബ്രോട്ട് ഡൗൺ. അവസാനം എന്താ എഴുതാം? ബാലൻസ് ക്യാരി ഡൗൺ അല്ലേ.
അപ്പോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപോലുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സ്ഥലമാണ്. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് അക്കൗണ്ട്. അക്കൗണ്ടിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ടും ഇംപേഴ്സണൽ അക്കൗണ്ടും. പേഴ്സണലിൽ നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ, റെപ്രസെൻറ്റേറ്റീവ്. ഓക്കെ, ഇംപേഴ്സണലിലോ റിയൽ ആൻഡ് നോമിനൽ. ഇങ്ങനെയാണ് അക്കൗണ്ടിൻ്റെ ക്ലാസിഫിക്കേഷൻ. നമ്മൾ നോർമലി പറയുമ്പോൾ ടൈപ്സ് ഓഫ് അക്കൗണ്ട് 3 എന്ന് പറയും: റിയൽ, നോമിനൽ, പേഴ്സണൽ. അല്ലേ? കൃത്യമായിട്ട് കറക്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ബ്രോഡായിട്ട് നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: പേഴ്സണൽ, ഇംപേഴ്സണൽ. ഇംപേഴ്സണലിലാണ് റിയലും നോമിനലും വരുന്നത്. പേഴ്സണലിൽ വീണ്ടും 3 വരുന്നുണ്ട്: നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ, റെപ്രസെൻറ്റേറ്റീവ്. ഓക്കെ, 1 by 1 നോക്കാം. ഫസ്റ്റ് നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട്. എന്താ നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട്? ഇൻഡിവിജ്വൽസിൻ്റെ പേരിലുള്ള, അതായത് വ്യക്തികളുടെ പേരിലുള്ള അക്കൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാം? നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് എന്താ? ഇറ്റ് കണ്ടെയ്ൻസ് ദ അക്കൗണ്ട്സ് ഇൻ ദ നെയിം ഓഫ് ഓർഗനൈസേഷൻസ്. സ്ഥാപനങ്ങളുടെ പേരിലുള്ള അക്കൗണ്ടിനെ എന്ത് പറയും? ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയും. മൂന്നാമത്തേത് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു അക്കൗണ്ടിൻ്റെ പേരെന്തല്ല, പേഴ്സണൽ അല്ല, വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ പേരല്ല ഈ അക്കൗണ്ടിനുള്ളത്. പക്ഷേ ഈ അക്കൗണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഒരു പേഴ്സണിനെയാണ്, ഒരു ഇൻഡിവിജ്വലിനെയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെയോ ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. ഓക്കെ, ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് 4 ഐറ്റംസ് ആണ്. 1 ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, 2 പ്രീപെയ്ഡ് എക്സ്പെൻസ്, 3 അക്രൂഡ് ഇൻകം, 4 ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഓക്കെ, ഇങ്ങനെ 4 ടൈപ്പ് അക്കൗണ്ടുകളാണ് ഇതിൽ വരിക, റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടിൽ വരിക. അതിനുള്ള കാരണം എന്താ? സപ്പോസ് നമ്മൾ സാലറി, എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നു എന്ന് പറയുമ്പം സാലറി ഒരു എക്സ്പെൻസ് ആണ്. പക്ഷേ നമ്മൾ സാലറി കൊടുക്കേണ്ട സമയമായി ഡ്യൂ ആയിട്ടും കൊടുത്തിട്ടില്ലെങ്കിൽ, ഔട്ട്സ്റ്റാൻഡിങ് ആയി കഴിഞ്ഞാൽ, പിന്നീട് അത് ബിസിനസ്സിന് ആ എംപ്ലോയിയോടുള്ളൊരു പേഴ്സണൽ ഒബ്ലിഗേഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? പേഴ്സണലായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ്, അക്രൂഡ്, അഡ്വാൻസ് ഐറ്റംസ് ഇതെല്ലാം ഏത് അക്കൗണ്ടാണ്? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടാണ്. ദെൻ നെക്സ്റ്റ് റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. അറിയാമല്ലോ, അസറ്റ്സിൻ്റെ അക്കൗണ്ടുകളെയാണ് റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻസും ഇതിൻ്റെ അക്കൗണ്ടുകളെയാണ് എന്ത് പറയാം? നോമിനൽ അക്കൗണ്ട് എന്ന് പറയാം. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻക്ലൂഡ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അല്ലെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് വരാം? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകവും കാണിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകവും കാണിക്കും. അല്ലേ? ദെൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ എന്താ കാണിക്കുക? അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ. അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? ബാലൻസ് ഷീറ്റിലാണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് ഇക്വേഷൻ ഈസ് ഓൾസോ കോൾഡ് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. 1 by 1 നോക്കാം. ഫസ്റ്റ് 1 ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇപ്പം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ട്രയൽ ബാലൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരാം. അല്ലേ? ട്രയൽ ബാലൻസ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും നോക്കിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യും. ഇങ്ങനെയല്ലേ നമ്മൾ സാധാരണ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് തരുന്ന ഡാറ്റാസ്. അപ്പം എല്ലാ ക്വസ്റ്റ്യൻസിലും കോമൺ ആയിട്ട് വരുന്നത് ഏതാ? ക്ലോസിംഗ് സ്റ്റോക്കാണ്. അല്ലേ? അപ്പോൾ മറ്റൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഇല്ലെങ്കിലും ഉറപ്പായിട്ട് അവിടെ എന്ത് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാവും? ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. കാരണം എന്താ? ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ അവസാനം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? വാല്യൂ ചെയ്യുള്ളൂ. അല്ലേ? അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെയാണ് റെക്കോർഡ് ചെയ്യുക? ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെയാണ് റെക്കോർഡ് ചെയ്യുക? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. പിന്നെയോ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കും. ഇതാണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. അല്ലേ? അപ്പോൾ എന്താ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റിയാണ് എന്ത് പറയുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ടും അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റും. ഓക്കെ, രണ്ടാമത്തേത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുമ്പം എന്തൊക്കെ വരാം? എക്സാമ്പിളായിട്ട് ജസ്റ്റ് 1-2 എക്സാമ്പിൾ പറഞ്ഞേ. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിലാ
സാലറി അല്ലേ, ഔട്ട്സ്റ്റാൻഡിങ് സാലറി വരാം, ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് വരാം. ഇങ്ങനെ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പെൻസസ് വരാം. വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യാം? എന്താ ചെയ്യാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ രണ്ടിലും വരാം. അപ്പോൾ വേജാ വിചാരിക്കുക, വേജ് ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക, സാലറിയോ റെന്റോ ഒക്കെ ആണെങ്കിൽ P&L അക്കൗണ്ടിലാണ് വരിക. അപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് സൈഡിൽ കൺസേൺഡ് എക്സ്പെൻസിനോടുകൂടെ ആഡ് ചെയ്ത് കാണിക്കും അല്ലേ. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആണെങ്കിൽ സാലറിയോടുകൂടെ ആഡ് ചെയ്യും, ഔട്ട്സ്റ്റാൻഡിങ് വേജ് ആണെങ്കിൽ വേജിനോട് കൂടെ ആഡ് ചെയ്യും. പിന്നെയോ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമ്മൾ രണ്ട് സ്ഥലത്ത് കാണിക്കേണ്ടി വരും അല്ലേ. അപ്പം ഈ ഒരു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ എവിടെയാണ് കാണിക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലുമാണ് കാണിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പ്രീപെയ്ഡ് എക്സ്പെൻസ്. എന്താണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എക്സ്പെൻസ് നോട്ട് ഡ്യൂ ബട്ട് പെയ്ഡ് അല്ലേ, അതിനെയാണ് നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയാം. ശരിക്കും നമ്മളിത് കൊടുക്കേണ്ട സമയമായിട്ടില്ല, പക്ഷേ നമ്മൾ കൊടുത്തു, അപ്പോൾ നമുക്കതൊരു ബെനിഫിറ്റ് അല്ലേ? ആണ്. ഇനി അത് കൊടുക്കാൻ സമയമാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? പേ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ അസെറ്റ്. പക്ഷേ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ എക്സ്പെൻസ് ശരിക്കും ഇൻക്വയർ ചെയ്യേണ്ട സമയമായിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഏതാണ് ഇവിടെ അപ്ലിക്കബിൾ ആവുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ? പറഞ്ഞേ, അപ്ലിക്കബിൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഏതാ? മാച്ചിങ് പ്രിൻസിപ്പിൾ അല്ലേ. മാച്ചിങ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? കോസ്റ്റ് ഷുഡ് മാച്ച് വിത്ത് ബെനിഫിറ്റ്. നമുക്കൊരു കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് കാണിക്കണം, നമുക്കൊരു ബെനിഫിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കാണിക്കണം, അല്ലാത്ത ഐറ്റംസ് ഒന്നും കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ? കൺസേൺഡ് എക്സ്പെൻസിൽ നിന്നും കുറച്ച് കാണിക്കും. ബാലൻസ് ഷീറ്റിലോ? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുക. ഓക്കെ, ഇതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. ദ നെക്സ്റ്റ് വൺ അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. നമുക്ക് ശരിക്കും ഇൻകം കിട്ടേണ്ട സമയമായിട്ടുണ്ട്, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല? കിട്ടിയിട്ടില്ല. ഓക്കെ, അങ്ങനെയുള്ളൊരു ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? അക്രൂഡ് ഇൻകം എന്ന് പറയാം. എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ്? എന്താ ചെയ്യുക? ഇൻകം ഏത് സൈഡിലാണ് ഉള്ളത്? ക്രെഡിറ്റ് സൈഡിലാണുള്ളത് അല്ലേ. ഇൻകം ഉള്ളത് ക്രെഡിറ്റ് സൈഡിലാണ്. ആ ക്രെഡിറ്റ് സൈഡിലുള്ള ഇൻകത്തിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. കാരണം എന്താ? നമുക്ക് ഓൾറെഡി കിട്ടേണ്ട സമയമായി, കിട്ടിയിട്ടില്ല. അപ്പോൾ അത് അക്രൂഡ് ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ കിട്ടേണ്ട എമൗണ്ട് ആണ്, നമ്മൾ ആഡ് ചെയ്യുന്നു. ഇനി കിട്ടാനുള്ള എമൗണ്ടിനെ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുക? അസെറ്റ് ആയിട്ടല്ലേ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ അസെറ്റ് സൈഡിൽ കാണിക്കും. ഓക്കെ, അടുത്തത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം നോട്ട് ഡ്യൂ ബട്ട് റിസീവ്ഡ്. ഓക്കെ, ഡ്യൂ ആവുന്നതിനെ നമ്മൾ ഏൺ എന്നാ പറയാം. ഇൻകം ഏൺഡ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ആയി. അൺഏൺഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? അൺഏൺഡ് ഇൻകം സാധാരണ ചോദിക്കാറുണ്ട്. അൺഏൺഡ് ഇൻകം എന്ന് പറഞ്ഞാൽ മീനിങ് ഏൺ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഡ്യൂ ആയിട്ടില്ല, പക്ഷേ എന്ത് ചെയ്തു? റിസീവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസിനെ മീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന, നമുക്ക് എക്സാമിലൊക്കെ തരുന്ന ഒരു ടേമാണ് അൺഏൺഡ് ഇൻകം. ഡ്യൂ ആയിട്ടില്ല പക്ഷേ കിട്ടിയിട്ടുണ്ട്. ലയബിലിറ്റിയാണ്, ശരിക്കും നമുക്കത് കിട്ടേണ്ട സമയമായിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൺസേൺഡ് ഇൻകത്തിൽ നിന്നും ലെസ് ചെയ്ത് കാണിക്കും. ഓക്കെ, പിന്നെ എന്താ ചെയ്യുക? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് ഡിപ്രീസിയേഷൻ. എന്താ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ depreciation means the reduction in the value of fixed assets അല്ലേ, ഡ്യൂ ടു വെയർ ആൻഡ് ടിയർ. അപ്പോൾ കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ പറയുകയാണെങ്കിൽ പാസേജ് ഓഫ് ടൈം, ദെൻ യൂസ് ഓഫ് അസെറ്റ്, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട്, ആക്സിഡൻറ്റ്, ദെൻ ഒബ്സലസൻസ്, പെർമനൻറ്റ് ഫോൾ ഇൻ പ്രൈസ്, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിനെയാണ് എന്ത് പറയുക? ഡിപ്രീസിയേഷൻ എന്ന് പറയാം. തേയ്മാനമാണ്. ഓക്കെ, അപ്പം ഡിപ്രീസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ്? എങ്ങനെയാണ് നമ്മൾ ഡിപ്രീസിയേഷനെ ട്രീറ്റ് ചെയ്യുക? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അത്ര എമൗണ്ട് നമുക്ക് ലോസ് ആണ്, നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. ദെൻ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. അപ്പോൾ നമ്മൾ നോർമലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചിലപ്പം ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് എഴുതിയിട്ടുണ്ടാവുക അല്ലേ. അപ്പം മെഷീനറിയുടെ വാല്യൂ അസറ്റ് സൈഡിലുണ്ടാവും, ലെസ് ഡിപ്രീസിയേഷൻ, അത്രയും കുറയ്ക്കും. ഓക്കെ, അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് ഷോൺ ഓൺ അസറ്റ് സൈഡ് എന്നല്ല.
നമ്മൾ അസറ്റ് സൈഡിൽ ഒരു വാല്യൂ കുറയ്ക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഷോൺ ഓൺ ലയബിലിറ്റി സൈഡ്. നമ്മൾ ലയബിലിറ്റി സൈഡിൽ ഒരു വാല്യൂ കുറയ്ക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഷോൺ ഓൺ അസറ്റ് സൈഡ്. ഓക്കെ, അപ്പം കുറയ്ക്കുന്ന ഒരു ഐറ്റത്തിനെ നമ്മൾ ഷോൺ ഓൺ ഓപ്പോസിറ്റ് സൈഡാണ് പറയുക. അപ്പോൾ ഡിപ്രീസിയേഷൻ ഈസ് ഷോൺ ഓൺ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ലയബിലിറ്റി സൈഡിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അസറ്റ് സൈഡിൽ കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതാണ് ഡിപ്രീസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, ബാഡ് ഡെപ്റ്റും ദെൻ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സും. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കിട്ടാനുള്ള എമൗണ്ടാണ് ഡെപ്റ്റേഴ്സ് അല്ലേ, അതിൽ ഒരു പോർഷൻ നമുക്ക് കിട്ടുന്നില്ല, അതിനാണ് എന്ത് പറയുക, ബാഡ് ഡെപ്റ്റ് എന്ന് പറയാം, കിട്ടാക്കടം. ദെൻ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് എന്താ, ഇങ്ങനെ ഒരു എമൗണ്ട് നമുക്ക് ലോസ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് എക്സ്പെക്റ്റഡ് ലോസ് മീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. ഓക്കെ, എന്താണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്? ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരിക രണ്ട് സ്ഥലത്താണ്. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ, രണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ ഏത് സൈഡിലാണ് കാണിക്കുക, അസറ്റ് സൈഡിൽ കാണിക്കും. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റിൻ്റെ എമൗണ്ടിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഫർദർ ബാഡ് ഡെപ്റ്റ് ആഡ് ചെയ്യും. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയൽ ബാലൻസിനകത്ത് തന്നിട്ടുള്ള ഐറ്റമാണ്. ട്രയൽ ബാലൻസിനകത്തുള്ള ബാഡ് ഡെപ്റ്റിനോട് കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യും, ഫർദർ ബാഡ് ഡെപ്റ്റ് ആഡ് ചെയ്യും. ഫർദർ ബാഡ് ഡെപ്റ്റ് എവിടെ ഉണ്ടാവുക, അഡ്ജസ്റ്റ്മെൻറ്റിനകത്താണ് ഉണ്ടാവുക. ഓക്കെ, ദെൻ ആഡ് ന്യൂ പ്രൊവിഷൻ. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് പുതിയ പ്രൊവിഷൻ തന്നിട്ടുണ്ടാവും, എത്രയാണ് ന്യൂ പ്രൊവിഷൻ, അതും ആഡ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ഓൾഡ് പ്രൊവിഷൻ ലെസ് ചെയ്യും. ഓൾഡ് പ്രൊവിഷൻ എന്താ, ട്രയൽ ബാലൻസിനകത്തുള്ള പ്രൊവിഷൻ. ഓക്കെ, ഈ ഓൾഡ് പ്രൊവിഷൻ ലെസ് ചെയ്യും. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്. ഇനി ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എന്താ കാണിക്കുക, അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റിൽ സൺട്രി ഡെപ്റ്റേഴ്സ്. ഓക്കെ, ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ടിൽ നിന്ന് ഫർദർ ബാഡ് ഡെപ്റ്റും ന്യൂ പ്രൊവിഷനും കുറയ്ക്കും. അതായത് ട്രയൽ ബാലൻസിനകത്തുള്ള ഐറ്റംസ് ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കില്ല. അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള ന്യൂ പ്രൊവിഷനും അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള ഫർദർ ബാഡ് ഡെപ്റ്റും അസറ്റ് സൈഡിൽ സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറച്ച് കാണിക്കും. ഓക്കെ, ഇതാണ് ബാലൻസ് ഷീറ്റിൽ ഈ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ക്ലിയർ ആണല്ലോ. അടുത്തത് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് തരാനുള്ള ആളുകൾ. ഓക്കെ, അവരുടെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു എക്സ്പെൻസ് ആണ് വരുന്നത്. അപ്പോൾ എവിടെയാണ് കാണിക്കുക, പി ആൻഡ് എൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഓക്കെ, പിന്നെ ബാലൻസ് ഷീറ്റിൽ എവിടെയാണ് കാണിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, അസറ്റ് സൈഡിൽ സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുക. അസറ്റ് സൈഡിൽ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഷോൺ ഓൺ ലയബിലിറ്റി സൈഡ്. ഓക്കെ, അപ്പോൾ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഐറ്റം ഏത് പ്രിൻസിപ്പിളാണ് വയലേറ്റ് ചെയ്യുന്നത്, പറഞ്ഞേ. അഖില, റവന്യൂ റെക്കഗ്നിഷൻ വരുമെന്ന് ചോദിച്ചത് നേരത്തെ ക്വസ്റ്റ്യനിലാണ്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ, പ്രീപെയ്ഡ് എക്സ്പെൻസ് അല്ലേ നമ്മൾ നേരത്തെ ചോദിച്ചത്. പ്രീപെയ്ഡ് എക്സ്പെൻസിൽ റവന്യൂ റെക്കഗ്നിഷൻ അല്ലേ വരില്ല കേട്ടോ. റവന്യൂ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വരുന്നത് മാച്ചിങ് പ്രിൻസിപ്പിളാണ്. ഓക്കെ, അപ്പം ഇവിടെ ചോദിച്ചതിൻ്റെ ആൻസർ കൺസർവേറ്റിസം അല്ലേ. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് വയലേറ്റ്സ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ്. കാരണം എന്താ, കൺസർവേറ്റിസത്തിൽ പറയുന്നുണ്ട് പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ്. വരാൻ സാധ്യതയുള്ള എല്ലാ നഷ്ടങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യണം. ആൻഡ് ആൻറ്റിസിപ്പേറ്റ് നോ ഗെയിൻ, വരാൻ സാധ്യതയുള്ള ലാഭങ്ങളൊന്നും കൺസിഡർ ചെയ്യാൻ പാടില്ല. അപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള ആളുകളാണ്, അവരുടെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് ആണ്. അതിനൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, പക്ഷേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ്, എന്താ ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതും. കാരണം എന്താ, ഇതൊരു ഇൻകം ആണ്. ദെൻ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ദ ഓൺലി പ്രൊവിഷൻ ഷോൺ ഓൺ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എന്താ ചെയ്യുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാരണം ഏത് പ്രിൻസിപ്പിളാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിളിൻ്റെ ഭാഗമാണ്, പറഞ്ഞേ.
ബിസിനസ് എൻറ്റിറ്റി അല്ലേ? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ക്യാപിറ്റൽ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഈ 4 ഐറ്റംസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓണറിന് ഇൻകം ആണ്, പക്ഷേ ബിസിനസ്സിന് എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓണറിന് എക്സ്പെൻസ് ആണ്, പക്ഷേ ബിസിനസ്സിന് ഇൻകം ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിനോട് കൂടെ ആഡ് ചെയ്യും അല്ലേ? ഓണറിൻ്റെ എമൗണ്ട് അത്രയും കൂടി, അപ്പോൾ ക്യാപിറ്റലിനോട് കൂടെ ആഡ് ചെയ്യും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണെങ്കിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. കാരണം എന്താ? അതൊരു ഇൻകം ആണ്, ബിസിനസ്സിനെ സംബന്ധിച്ച് ഇൻകം ആണ്. ദെൻ ഓണറിന് അത്ര എമൗണ്ട് കുറയുക ചെയ്യുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൽ നിന്നും ലെസ് ചെയ്തിട്ട് കാണിക്കും. ഇതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, അടുത്തത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഹ്യൂജ് എമൗണ്ട് ആണ്, ഫ്യൂച്ചറിൽ ഒരുപാട് കാലം കൊണ്ടാണ് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ 2 രീതിയിലാണ്, 2 എമൗണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചെയ്യുക. നമുക്ക് റൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള പോർഷൻ, അതായത് ഗ്രാജുവലി ആണ് നമ്മൾ ഈ എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യുക. റൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള പോർഷൻ എവിടെ ഉണ്ടാവും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുണ്ടാവും. റൈറ്റ് ഓഫ് ചെയ്യാത്ത പോർഷൻ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലുണ്ടാവും. ഓക്കെ, അതെന്ത് അസറ്റാണ്? The unwritten portion of deferred revenue expenditure is dash asset. In the answer, fictitious asset. Okay, അപ്പോൾ fictitious എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും വാല്യൂ ഇല്ല, റിയൽ വാല്യൂ ഇല്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചില ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എഴുതുന്നു. ഇതിനെയാണ് എന്ത് പറയുക? ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്കൊരു 25 ലക്ഷം രൂപയാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ വന്നേ വിചാരിക്കുക. അതിൽ നമ്മളൊരു 1 lakh റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 lakh പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും, ബാലൻസ് 24 lakh ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കും. ഓക്കെ, അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് കമ്മീഷൻ ഓൺ പ്രോഫിറ്റ്. പ്രോഫിറ്റിന് മുകളിൽ കമ്മീഷൻ കൊടുക്കും. ആർക്കാണ് കമ്മീഷൻ കൊടുക്കുന്നത്? മാനേജറിനാണ് കൊടുക്കുക. ഓക്കെ, മാനേജേഴ്സ് കമ്മീഷനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എവിടെ എഴുതും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതും. കാരണം എന്താ? ഇതൊരു എക്സ്പെൻസ് ആണ്. ഓക്കെ, പിന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ എഴുതും. കാരണം ഇത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് അതൊരു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റിയാണ്. അപ്പോൾ എവിടെയാണ് കാണിക്കുക? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുക. ഓക്കെ, കമ്മീഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ, അടുത്തത് ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ. ബിഫോർ ചാർജിങ് ആണെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് ബൈ 100. ഓക്കെ, സപ്പോസ് 1 ലക്ഷം രൂപയാണ് ലാഭം എന്ന് വിചാരിക്കുക. 1 ലക്ഷം ഇൻറ്റു കമ്മീഷൻ 5% ആണെങ്കിൽ ഇൻറ്റു 5/100. ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ ആണെങ്കിൽ പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 പ്ലസ് റേറ്റ്. അപ്പം 1 lakh ഇൻറ്റു 5/105. ഓക്കെ, അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ഗുഡ്സ് ലോസ് ബൈ ഫയർ ഓർ ആക്സിഡൻറ്റ്. ഫയർ കാരണം, തീപിടുത്തം കാരണം, അല്ലെങ്കിൽ ആക്സിഡൻറ്റ്, അപകടം കാരണമൊക്കെ നമുക്ക് ഗുഡ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്? ഓക്കെ, ഇവിടെ നമുക്ക് 3 രീതിയിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് വരാം. ഇവിടെ 3 സിറ്റുവേഷൻസ് ഉണ്ടാവും. ഒന്നുകിൽ നമുക്ക് മുഴുവൻ എമൗണ്ടും ഇൻഷുറൻസ് കമ്പനി തരും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എമൗണ്ട് മാത്രം തരും, അല്ലെങ്കിൽ നമുക്ക് ഒരു എമൗണ്ടും കിട്ടില്ല. ഇങ്ങനെ 3 കേസാണുള്ളത്. ഓക്കെ, അപ്പം എത്ര രൂപയുടെ ഗുഡ്സ് ആണോ നമുക്ക് നശിച്ചിട്ടുള്ളത് അതെവിടെ കാണിക്കും? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ദെൻ എത്ര എമൗണ്ട് ആണോ നമുക്ക് ഇൻഷുറൻസ് കമ്പനി തരാൻ പോകുന്നത് അത് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കും. ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് നമ്മളെവിടെ കാണിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ ഗുഡ്സ് ലോസ് ബൈ ഫയർ ഓർ ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻഷുറൻസിൻ്റെ കേസാണ് വരുന്നത്. ഇൻഷുറൻസ് കമ്പനി മുഴുവൻ എമൗണ്ട് തരുമെന്നുണ്ടെങ്കിൽ P&L അക്കൗണ്ടിൽ നമുക്ക് ഐറ്റം വരില്ല. ഇൻഷുറൻസ് കമ്പനി ഒന്നും തരില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റിൽ ഐറ്റം ഒന്നും വരില്ല. ദെൻ പാർഷ്യൽ പേയ്മെൻറ്റ് ആണെങ്കിൽ അപ്പോൾ നമുക്ക് 3 സ്ഥലത്തും എമൗണ്ട് എഴുതേണ്ടി വരും. എത്ര രൂപയുടെ ഗുഡ്സ് നശിച്ചു എന്നുള്ളത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ, ഇൻഷുറൻസ് കമ്പനി എത്ര തരും എന്നുള്ളത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ്. ഓക്കെ,
ദെൻ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ്. ഫ്രീ സാമ്പിൾസ് ആയിട്ട് കൊടുക്കുന്നു. എന്തിൻ്റെ ഭാഗമാണ്? അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യാം? ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസസിൽ നിന്നും അത്ര എമൗണ്ട് കുറയ്ക്കും. കാരണം എന്താ? ഫ്രീ സാമ്പിളായിട്ട് നമ്മൾ ഗുഡ്സാണ് കൊടുക്കുന്നത്. ഈ ഗുഡ്സ് ഏത് അക്കൗണ്ടിലുള്ളത്? പർച്ചേസസിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ പർച്ചേസസിൽ നിന്ന് കുറച്ച് കാണിക്കും. പിന്നെയോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അഡ്വർടൈസ്മെൻറ്റിനോട് കൂടെ കൂട്ടും. കാരണം എന്താ? ഫ്രീ സാമ്പിൾസ് കൊടുക്കുന്നത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൻ്റെ എക്സ്പെൻസ് അത്രയും എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതുകൊണ്ട് അഡ്വർടൈസ്മെൻറ്റിനോട് കൂടെ കൂട്ടും. ജേർണൽ എൻട്രി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ലെറ്റർ ടു പർച്ചേസസ് അക്കൗണ്ട്. അപ്പം ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ 4 രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡാഷ് അക്കൗണ്ട് ഇസ് ഡെബിറ്റഡ്, ഡാഷ് അക്കൗണ്ട് ഇസ് ക്രെഡിറ്റഡ്, ദെൻ ദ എമൗണ്ട് ഇസ് ആഡഡ് ടു ഡാഷ്, ദ എമൗണ്ട് ഇസ് ഡിഡക്റ്റഡ് ഫ്രം ഡാഷ്. ഓക്കെ, ഡെബിറ്റ് ചെയ്യുന്നത് അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട്, ക്രെഡിറ്റ് ചെയ്യുന്നത് പർച്ചേസസ് അക്കൗണ്ട്, ആഡഡ് ടു അഡ്വർടൈസ്മെൻറ്റ്, ഡിഡക്റ്റഡ് ഫ്രം പർച്ചേസസ്. ഓക്കെ, ഇത്രയുമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ സിലബസിനകത്ത് 4 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നമുക്ക് അക്കൗണ്ടിങ്ങിൽ ടോട്ടൽ 10 ചാപ്റ്ററാണുള്ളത്. അതിൽ 4 ചാപ്റ്റേഴ്സ് ഓൾറെഡി കഴിഞ്ഞു. നമ്മളിപ്പോൾ 2 ക്ലാസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും പറഞ്ഞ് പോയാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ലിമിറ്റഡ് ടൈമിനകത്ത് തന്നെ കംപ്ലീറ്റ് കവർ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം. ട്രയൽ ബാലൻസ് 3rd ചാപ്റ്ററിൽ എറേഴ്സ് ആൻഡ് റെക്ടിഫിക്കേഷൻ അല്ലേ? ട്രയൽ ബാലൻസ്, എറേഴ്സ് ആൻഡ് റെക്ടിഫിക്കേഷൻ 3rd ചാപ്റ്ററിലാണ്. നമ്മൾ ഡിപ്രിസിയേഷൻ്റെ കൂടെ നെക്സ്റ്റ് ചാപ്റ്ററിൽ 5th ചാപ്റ്ററിൻ്റെ കൂടെ പറയും കേട്ടോ. അതുണ്ട്, ട്രയൽ ബാലൻസും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം വേറെ പ്രത്യേകിച്ച് ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ താങ്ക് യു, ഗുഡ് നൈറ്റ്.